അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലി വസല്ലിം. പ്രിയം നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുമാർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റ് സഹോദരന്മാർ, സഹോദരിമാർ, അധികമൊന്നും സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സത്താർ ഉസ്താദ് പറഞ്ഞ മാതിരി നമ്മുടെ റുഹാനിയുടെ ആദ്യത്തെ പരിപാടി കൊണ്ട് തുടങ്ങി. ബഹുമാനപ്പെട്ട സഹോദരിമാരും ഒരുപാട് ഇവിടെ ഉള്ളത് സാറ് പറയാണ്ട് ആണുങ്ങളില്ലെങ്കിലും പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഒരുപാട് അവിടെ ഉണ്ട്. അവർക്കും വേണ്ടിയിട്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സെക്ഷൻ നമ്മൾ അവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരേ ഒരു കാര്യം പറയാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസ രംഗത്ത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു നിമിഷത്തിൽ പറയുകയാണ്. കാരണം ഇന്നത്തെ കാലം വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. നമ്മളെ മക്കൾ, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ നമ്മൾക്ക് തന്നെ എതിരായി നിൽക്കുന്ന ഒരു കാലം വരുന്നതിന് മുമ്പ് തന്നെ ആ മക്കളെ വളർത്തേണ്ട കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ ഞാൻ ഉണർത്തുകയാണ്. നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ സിലബസ് പഠിപ്പിക്കുന്ന മദ്രസകളിൽ നിന്ന് ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ചില ഒരു ലാഭം നോക്കിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ലാഭം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ മദ്രസ കൈമാറുന്ന ഒരു ചെറിയ ഒരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ദയവ് വിചാരിച്ച് അങ്ങനെയുള്ള ചിന്താഗതിയെല്ലാം മാറ്റിക്കൊണ്ട് സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് സുന്നത്തി ജമാഅത്തിന് വേണ്ടി സുന്നത്തി ജമാഅത്ത് എന്തെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ മദ്രസ രംഗത്ത് നിങ്ങളുടെ മക്കളൊക്കെ പഠിപ്പിക്കണം. അതുമാത്രമല്ല, നമ്മുടെ മദ്രസ രംഗം നമ്മുടെ ആലിമുകളും പണ്ഡിതന്മാരൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച രൂപത്തിൽ നമ്മളെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന്, ഏത് രൂപത്തിലാണെന്നൊക്കെ നമ്മൾ നേതാക്കന്മാരും പണ്ഡിതന്മാരും കാണിച്ചത്, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചതെന്ന് ആ സിലബസ് മാറ്റിക്കൊണ്ട് വേറൊരു രൂപത്തിൽ പോകേണ്ട ബാംഗ്ലൂരിനെ സംബന്ധിച്ചോളം വളരെ ഒരു വിഷകരമായ സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, മദ്രസ രംഗത്ത് നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും.